റംബുട്ടാൻ്റെ സീസൺ കഴിയുന്നതിന് മുൻപായിട്ട് ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയാലോ? ഒരുപാട് നാൾ കേടാവാതിരിക്കുന്ന ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കും നോക്കിയിട്ട് വരാം. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഞാനിപ്പോൾ ഒരു 15 റംബൂട്ടാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുരു കളയാം. ഞാനിപ്പോൾ കുരു കളയാതെ മുഴുവനായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചട്ടിയിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കടുക് ചേർത്ത് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു നുള്ളു ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒപ്പം തന്നെ 2.5 ടീസ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ചെറുതാക്കി വയ്ക്കാം. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളറും കിട്ടും, എന്നാൽ എരിവ് ഒട്ടും തന്നെ കൂടുകയുമില്ല. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റംബൂട്ടാൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഈ മസാലയൊക്കെ റംബൂട്ടാനിൽ കുറച്ച് പിടിച്ച് കിട്ടും. റംബൂട്ടാൻ ചെറുതായിട്ടൊന്ന് വേവാനും തുടങ്ങും. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചാർ എത്ര നാൾ വേണമെങ്കിലും കേടാകാതിരിക്കും. പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി തിളയ്ക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയിൽ വെച്ചിട്ടുള്ള എന്ത് ഫുഡ് ഐറ്റം ആയിക്കോട്ടെ, അത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വേറൊരു പാത്രത്തിലേക്ക് പകർത്തണം കേട്ടോ. ഞാനിപ്പോൾ ഈ അച്ചാർ ചൂടോടുകൂടി തന്നെ ഒരു ഗ്ലാസ് ബൗളിലേക്ക് പകർത്തി കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് നമുക്ക് പകർത്തിയതിന് ശേഷം ഒന്ന് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഈ ചാറൊക്കെ കുറച്ചുകൂടി ഒന്ന് കുറുകിയിട്ടുണ്ടാവും. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് നല്ലൊരു കറക്റ്റ് പരുവത്തിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അച്ചാറിനെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് തന്നെ എത്ര നാൾ വേണമെങ്കിലും കേടാകാതിരിക്കും. ഉപ്പൊക്കെ കറക്റ്റായിട്ട് വേണം, അതുപോലെ പുളിയും എല്ലാം വേണം. നല്ല എരിവും പുളിയും മധുരവും എല്ലാമുള്ള റംബുട്ടാൻ അച്ചാർ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്നെ അറിയിക്കാനായിട്ട് മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. വീണ്ടും വേറൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.